ആളോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ എന്ത് പേര്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് അവളുടെ ആഗ്രഹമായിരുന്നു. എൻ്റെ പിങ്കി ഉണ്ടായതിനു ശേഷം ഒരു 5-6 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ മിക്കിമോൻ ഒരു വലിയ സ്വപ്നമായിരുന്നു. പലരും അവരുടെ ജോലി ഡേ ഓഫ് റിക്വസ്റ്റ് ഇടുകയും ആനുവൽ ലീവ് ഇടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ബർത്ത്ഡേക്ക് വേണ്ടി പ്രിപ്പയർ ആവുന്നത്. അവരും ഞങ്ങളോടൊപ്പം ഇതിൻ്റെ തീമിനനുസരിച്ചുള്ള കളറിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് കാണുമ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. സിബ്ലിങ്സ് വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഒരു വിഷമമോ ഒന്നും ഞങ്ങളുടെ പിങ്കിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. ആരോ ഒരാൾ എന്നോട് വന്ന് പറയുകയാണ്, നിനക്ക് ഇനി ജനിക്കാൻ പോകുന്നത് ഒരു മകനാണ്. ശരിക്കും ആരും വിശ്വസിക്കുമെന്നോ എനിക്കും അറിയത്തില്ല. ആ ആളോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ എന്ത് പേര്? തിരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടിയാണ്, പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും വൈകാതെ എനിക്ക് കിട്ടിയ ഒരു മറുപടിയാണ്, മിഖായേൽ എന്ന പേരാണ് നീ ഇടേണ്ടത്. ജിറ്റി പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് ഞങ്ങള് മറ്റേണിറ്റി ഷൂട്ടിനായിട്ട് ഞങ്ങള് പോകുന്നത്. ആ മറ്റേണിറ്റി ഷൂട്ടിന്റെ ഇടയ്ക്ക് വെച്ച് ഏകദേശം അത് തീരാറായ ഒരു സമയത്ത് ജിറ്റിക്ക് പേരുണ്ടായി. ഈ പേരുണ്ടായി കഴിയുമ്പോഴേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ആകപ്പാടെ ഞങ്ങൾ ടെൻഷനായി പോയി. പക്ഷെ ലേബർ റൂമിൽ ചെന്ന് ലേബർ ബെഡിൽ കിടക്കാൻ പോലുള്ള സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായില്ല. അതിനു മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. എനിക്ക് പിങ്കിയുടെ അടുത്ത് എന്നിട്ട് നേഴ്സ് വന്ന് പറഞ്ഞു, കൂട്ടുകാരനാ വരാൻ പോകുന്നത്. അതെ, കൂടെ കളിക്കാൻ ഒരു ബേബി ബ്രദർ വന്നല്ലോ. അവർക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം.